ഇപ്പോഴും അദ്ദേഹം കറങ്ങി നിൽക്കുന്നത് കേരള പാർട്ടി എന്നുള്ളിടത്ത് തന്നെയാണ്. അതിനാണ് പാർട്ടി ജനറൽ സെക്രട്ടറിയായി എം എ ബേബി വരുമോ എന്ന മാധ്യമങ്ങളുടെ ചില ചോദ്യങ്ങളെ കോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിച്ചത്. സ്വാഭാവികമായും സംഘടനാ ശേഷിയുള്ള കേരളത്തിലെ പാർട്ടി പറയുന്നിടത്ത് രാജ്യത്തെ CPIM എത്തി നിൽക്കും എന്ന നിലയിൽ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റ് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ CPIM-നെ എതിർക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് വളരെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം BJP-യോട് മൃദു സമീപനം സ്വീകരിക്കുന്ന CPM എന്ന വാദഗതി അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ചില പോയിൻറ്റ്സിൽ നിന്നുകൊണ്ട് കേരളത്തിലെ CPM-നെ എതിർക്കുന്ന കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു നിരീക്ഷണ സമീപനമാണ് ശ്രീ N. ശ്രീകുമാർ മധുര പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴും താങ്കൾക്ക് നേരെ വെച്ചിട്ടുള്ളത്, ആ വിമർശനമായി അവതരിപ്പിച്ചിട്ടുള്ളത്, നിരീക്ഷണമായി അവതരിപ്പിച്ചിട്ടുള്ളത്. താങ്കളുടെ മറുപടി? സീതാറാം യെച്ചൂരിയുടെ മരണശേഷം പുതിയ പാർട്ടി സെക്രട്ടറി ആരാകണമെന്ന് ചർച്ച ചെയ്തപ്പോൾ പാർട്ടിയുടെ PBയും കേന്ദ്ര കമ്മിറ്റി എടുത്ത ശരിയായ നിലപാട് എന്താണ്? അക്കാര്യങ്ങളെല്ലാം പുതിയ കേന്ദ്ര കമ്മിറ്റിക്ക് വിട്ടുകൊടുക്കുക. കേരളത്തിലെ പാർട്ടിയുടെ ശേഷി അന്നും ഇന്നും ഒരുപോലെയാണ്. പക്ഷെ പുതിയ കേന്ദ്ര കമ്മിറ്റി വരുമ്പോൾ ആ കേന്ദ്ര കമ്മിറ്റിയുടെ കൂട്ടായ വിവേകത്തിലാണ് പുതിയ പൊളിറ്റ് ബ്യൂറോയും അതിൻ്റെ സെക്രട്ടറിയും വരേണ്ടത് എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. പുതിയ കേന്ദ്ര കമ്മിറ്റി വരാതെ ചർച്ച ഓപ്പൺ ചെയ്യുമോ പാർട്ടിയിൽ? നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് എന്തറിയാം? ഒരു പുതിയ കേന്ദ്ര കമ്മിറ്റി വരുമ്പോൾ സ്വാഭാവികമായും പ്രകാശ് കാരാട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്, കോർഡിനേറ്റർ എന്ന നിലയ്ക്ക് താൻ തന്നെയായിരിക്കും അത് മുൻകൈ എടുക്കുക. മുൻകൈ എടുത്താൽ അടുത്ത ഘട്ടം എന്താണെന്നുള്ളത് ആ ഘട്ടത്തിൽ തീരുമാനിക്കുന്നൊരു കാര്യമാണ്. അതിനേക്കാളെല്ലാം വളരെ പ്രധാനം CPM-ൻ്റെ രാഷ്ട്രീയ നയം ഒന്ന്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ആ രാഷ്ട്രീയ നയം ഊന്നുന്നത് ഹിന്ദുത്വ കോർപ്പറേറ്റ് ശക്തികൾക്കെതിരാണ്. അതിൻ്റെ എല്ലാ ടാർഗറ്റും ഹിന്ദുത്വ BJP കോർപ്പറേറ്റുകൾക്കും മോദി സർക്കാരിനും എതിരാണ്. നിങ്ങളുടെ രാഷ്ട്രീയ പ്രമേയം വായിച്ചു നോക്കിയാൽ മോദി സർക്കാരിനെതിരെ എത്ര പാരഗ്രാഫ് ഉണ്ടെന്നറിയാവും. എന്നിട്ട് അതിൽ പറയുന്നത്, ഈ മോദി സർക്കാർ എന്ന് പറയുന്നത്, BJP എന്ന് പറയുന്നത് ഫാസിസ്റ്റ് പ്രവണതകൾ ക്ലാസിക്കൽ ഫാസിസത്തിൻ്റെ രീതിയിലല്ല, നവഫാസിസ്റ്റ് രീതിയിലാണ് പ്രകടിപ്പിക്കുന്നത്. എന്താ നവഫാസിസത്തിൻ്റെ പ്രത്യേകത? ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും ഫാസിസമായിരുന്നെങ്കിൽ എമ്പൂരാനെന്ന് പറയുന്നത് തിയേറ്ററുകൾ നിരോധിച്ചേനെ. നവഫാസിസകാലമായപ്പോൾ എമ്പൂരാൻ്റെ മുന്നോട്ട് വെച്ചിട്ടുള്ള അതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് അത് വെട്ടിമാറ്റാതെ മുന്നോട്ട് പോകാനാവില്ല എന്ന് നിലവന്നു. ഇതാണ് ക്ലാസിക്കൽ ഫാസിസവും നവഫാസിസവും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ BJP-ക്കാർ പറയുന്നത് ഞങ്ങൾ അതൊന്നും നിരോധിച്ചില്ല, ഞങ്ങളത് മുറിച്ചു മാറ്റാൻ പറഞ്ഞില്ല. ആ മോഹൻലാലും പിന്നെ പൃഥ്വിരാജും ഒക്കെ കുറേ ഭീരുക്കൾ അവരങ്ങ് ഒഴിവാക്കിയിരിക്കുകയാണ്. ഞങ്ങളൊന്നും ചോദിച്ചിട്ടില്ല, ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഇതല്ലേ BJP ഉന്നയിക്കുന്നത്. ഇതാണ് ഫാസിസവും നവഫാസിസവും തമ്മിലുള്ള വ്യത്യാസം. എമ്പൂരാൻ തന്നെ CPM-ൻ്റെ ഇക്കാര്യത്തിലുള്ള നയത്തെ വ്യക്തമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ പാർട്ടി കോൺഗ്രസിൽ ഞങ്ങൾ ഒന്നാമതായി ചെയ്യുന്ന സ്വയം വിമർശനം എന്ത്? രാഷ്ട്രീയ നയത്തെ കറക്റ്റ് ചെയ്യുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഞങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടി വന്നു. കാരണം എങ്ങനെയെങ്കിലും BJP-യെ മാറ്റി നിർത്തുക എന്നതിൽ പാർലമെൻ്ററി രാഷ്ട്രീയത്തിന് ഊന്നിൽ ഞങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടി വന്നു. ഇപ്പോൾ BJP ഞാണിന്മേ കളിക്കുകയാണ്. അങ്ങപ്പുറേ ആന്ധ്രാപ്രദേശിലെയും അതുപോലെ ബീഹാറിലെയും സർക്കാരുകൾക്കിടയിൽ നിന്ന് ഞാണിന്മേ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദുർബലമായൊരവസ്ഥയിൽ നിൽക്കുന്നിടത്തോളം കാലം ഞങ്ങളെ സംബന്ധിച്ച് കുറച്ചുകൂടി കംഫർട്ടബിളാണ്. ഞങ്ങൾ രാഷ്ട്രീയ നയം ഉയർപ്പിക്കുമ്പോൾ തന്നെ സമരഭരിതമായ ഇന്ത്യയെക്കുറിച്ച്, പാർലമെൻറ്റേതര രാഷ്ട്രീയത്തെക്കുറിച്ച് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് വർഗീയ ശക്തികളുമായുള്ള നയത്തെ സംബന്ധിച്ചാണ്. 1986 വിജയവാഡ കോൺഗ്രസ്സാണ് പറഞ്ഞത്, കോൺഗ്രസിനെ എതിർക്കുന്നതിന് വേണ്ടി നിങ്ങൾ ലീഗിൻ്റെ സഹകരണം തേടാമോ, ന്യൂനപക്ഷ മതരാഷ്ട്രീയ പാർട്ടികളുടെ സഹകരണം തേടാമോ? കോൺഗ്രസിനെ എതിർക്കാൻ ഭൂരിപക്ഷ മതരാഷ്ട്രീയ പാർട്ടിയായ BJP-യുടെ സഹകരണം തേടാമോ എന്നൊരു തർക്കം പാർട്ടി വന്നില്ല. കാരണം BJP സ്വീകാര്യമല്ല എന്ന് പാർട്ടിയിൽ എല്ലാവർക്കും അന്ന് തന്നെ അറിയാം. 1986 വിജയവാഡ കോൺഗ്രസ്സാണ്. അതിൽ തർക്കം എന്താണെന്ന് വെച്ചാൽ, MP രാഘവൻ വിഷയത്തിൻ്റെ തർക്കം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിനെ നേരിടണം, അപ്പം BJP-യോട് കൂട്ടുപിടിക്കണമെന്നല്ല പാർട്ടിയിലെ തർക്കം, ലീഗുമായിട്ട് കൂടാവും. EMS ഒക്കെ ഉണ്ടായിരുന്ന കാലമാണ്. എന്താ പാർട്ടി തീരുമാനിച്ചത്? ന്യൂനപക്ഷ വർഗീയതയുമായി നിങ്ങൾ സന്ധി ചെയ്താൽ അത് BJP-ക്ക് വളമാകും, ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വളമാകും. ഇത് 1986 കണ്ട് അന്ന് തൊട്ട് ഇന്ന് വരെ ലീഗിനെ മുന്നണിയിൽ അടുപ്പിക്കാത്ത രാഷ്ട്രീയം ഞങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന അഖിലേന്ത്യാ ലീഗ് വിട്ടുപോയി. ആ ലീഗിനെ എടുത്ത് മടി വെച്ചു എന്ന് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി SDP എടുത്ത് തോളത്ത് വെച്ച് നടക്കുന്ന UDF കേരളത്തിൽ BJP-ക്ക് സഹായകരമാണെന്ന് മനസ്സിലായിട്ടില്ലേ നിങ്ങൾക്ക്? മുസ്ലിം ലീഗിൻ്റെ എന്ന് പറയുന്ന പാർട്ടി അവരുടെ 5ാം മന്ത്രിസ്ഥാനം കേരളത്തിൽ BJP-ക്ക് സഹായകരമായോ ഇല്ലയോ?
അധികാരം കിട്ടുമ്പോൾ അധികാരത്തിൻ്റെ പങ്ക് ലീഗിന് കൊടുത്താൽ അത് കേരള രാഷ്ട്രീയത്തിനകത്ത് BJPയുടെ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാത്തതാണോ? ബംഗാളിനെ കുറിച്ച് പറഞ്ഞു. ബംഗാളിലെ ഞങ്ങളുടെ പാർട്ടി ഘടകമാകെ അങ്ങോട്ട് ഒലിച്ചു പോയോ? ബംഗാളിൽ CPMന് 5 ലക്ഷത്തിലേറെ പാർട്ടി അംഗങ്ങളുണ്ട്, ലക്ഷക്കണക്കിന് അനുഭാവികളുണ്ട്. അവരൊക്കെ വോട്ട് ചെയ്യാതിരിക്കുകയാണ് പാർട്ടിക്ക്. പക്ഷെ ബഹുജനങ്ങളുടെ പിന്തുണ പോയി. എന്താ പിന്തുണ പോകാൻ കാരണം? ബംഗാൾ വർഗീയവൽക്കരിക്കപ്പെട്ടു. 1905 ബംഗാൾ മുസ്ലിം ബംഗാളും ഹിന്ദു ബംഗാളുമായി മാറിയതുപോലെ ഇന്നത്തെ ബംഗാൾ എന്ന് പറയുന്നത് മമതാ ബാനർജി ഒരു പ്രത്യേക മതത്തിൻ്റെ ബംഗാളാക്കി മാറ്റി. അപ്പോൾ രാമനവമി ഘോഷയാത്ര ഉപയോഗിച്ച് BJP വേറൊരു ബംഗാളിനെ ഉണ്ടാക്കി. ഈ വർഗീയവൽക്കരണം നടക്കുന്ന ഒരു സമൂഹത്തിനകത്ത് ഞങ്ങൾ ദുർബലപ്പെട്ടിട്ടുണ്ട്. ത്രിപുരയിൽ എന്താ സംഭവിച്ചത്? ആദിവാസി ഗോത്ര വിഭാഗം അവർ കുതന്ത്രം കാണിച്ചു. സ്വാഭാവികമായും BJPയുമായിട്ട് കൂടിച്ചേർന്ന് തിപ്രമോത്ത എന്നൊരു സംവിധാനം വന്നപ്പോൾ ഞങ്ങൾക്ക് ചില ദൗർബല്യങ്ങളുണ്ടായി. പക്ഷെ ഞങ്ങളാകെ ഒലിച്ചു പോയോ? ത്രിപുരയിലെ CPM സമ്മേളനം നിങ്ങൾ കണ്ടില്ലേ? ബംഗാളിലെ പാർട്ടി നടത്തുന്ന ചെറുത്തുനിൽപ്പും തിരിച്ചുവരവും നിങ്ങൾ കണ്ടില്ലേ? അത് UPയിൽ കാണിച്ചു തരാമോ? UPയിൽ നിന്ന് ഒളിച്ചോടിപ്പോയി വയനാട്ടിൽ മത്സരിക്കാൻ വന്ന രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും പോലെ ഒരൊറ്റയാളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെയും വേറെ എവിടേക്കും പോയില്ല. ഞങ്ങൾ ആ മണ്ണിൽ നിന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൗർബല്യങ്ങൾ വന്ന് കാണും. പിന്നെ UPയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദുർബലപ്പെട്ടിട്ടല്ല BJP ജയിച്ചത്. ബീഹാറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദുർബലപ്പെട്ടിട്ടല്ല BJP ശക്തിപ്പെട്ടത്. ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും, രാജസ്ഥാൻ അല്ലെങ്കിൽ മധ്യപ്രദേശ്, ഇവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദുർബലപ്പെട്ടിട്ടാണോ ജയിച്ചത്? ഇന്ത്യ രാജ്യത്തിൻ്റെ ഹൃദയഭൂമിയിലടക്കം നിരവധി സ്ഥലങ്ങളിൽ കോൺഗ്രസ് ദുർബലപ്പെട്ടിട്ടാണ് BJP പിടിച്ചെടുത്തത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ദൗർബല്യമുണ്ട്. ദൗർബല്യം ഞങ്ങൾ സ്വയം വിമർശനപരമായി ചർച്ച ചെയ്യുന്നുണ്ട്. ചർച്ച ചെയ്തിട്ട് ഞങ്ങൾ പറയുന്നത് എന്താണ്? ഞങ്ങൾ പാർലമെൻറ്റിൽ എത്ര സീറ്റ് കിട്ടുമെന്നല്ല ആദ്യം ചർച്ച ചെയ്യാൻ പോണത്. ഈ വർഗീയ ഭ്രാന്തിനെ എങ്ങനെ തളയ്ക്കാൻ നോക്കുമ്പോൾ ഭൂരിപക്ഷ വർഗീയ ഭ്രാന്തുണ്ട്, ന്യൂനപക്ഷ വർഗീയ ഭ്രാന്തുണ്ട്. രണ്ടു കൂട്ടരും ഒരുപോലെ നേരിടണം. രണ്ടു കൂട്ടരും ഒരുപോലെ നേരിട്ട് തളയ്ക്കുന്നതിൽ കോൺഗ്രസ് കൂടുമോ? ഇന്നത്തെ രാത്രിയിലെ എൻ്റെ ചോദ്യം ബഹുമാനപ്പെട്ട ശിവകുമാർ സാറിനോട് ഇതാണ്. കോൺഗ്രസിനോട് CPMന് പിന്തുണയുണ്ടോ എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യം. എൻ്റെ തിരിച്ചുള്ള ചോദ്യം എന്താണ്? ഈ ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ കോൺഗ്രസ് നയം വ്യക്തമാക്കൂ. നിങ്ങൾ നയം വ്യക്തമാക്കൂല. കാരണം എന്താണ്? നിങ്ങൾക്ക് പകുതി മനസ്സാണ്. ആ പകുതി മനസ്സാണ് ബാബർ മസ്ജിദിനെ പൊളിച്ചത്. ആ പകുതി മനസ്സ് വഖഫ് ബില്ലിൽ കാണാം. ആ പകുതി മനസ്സ് പല രംഗത്തും കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് വർഗീയ ശക്തികളുടെ അധിനിവേശം നടന്നിരിക്കുന്നു ഇന്ത്യയിൽ. അധിനിവേശത്തിനെതിരായ പോരാട്ടം വർഗസമരാണ്. അതിൻ്റെ പാഠശാലയാണ് മധുര പാർട്ടി കോൺഗ്രസ്.